നന്നായിട്ട് വരയ്ക്കാൻ അറിയും, പക്ഷെ ഇമാജിൻ ചെയ്ത് ഒന്നും തന്നെ വരയ്ക്കാനായിട്ട് സാധിക്കില്ല. ഒരു ലെവൽ ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ എങ്ങനെയാണ് നമുക്കൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുന്നത്, അതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ ആർട്ടിന്റെ ലെവൽ എന്താണെന്നുള്ളതും അതുപോലെ തന്നെ നിങ്ങൾ മുന്നോട്ട് എന്ത് ചെയ്യണം എന്നുള്ളതിന്റെ ഫ്രീ ആയിട്ട് നിങ്ങൾ പല ടിപ്സും കാര്യങ്ങളൊക്കെ തരും. അപ്പോൾ നമ്മൾ കോഴിക്കോടിലെ അക്കാദമി ആയിട്ടുള്ള റോഡ്ചാർട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾ ലെവൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനും അതുപോലെ തന്നെ 2 ദിവസത്തെ ഫ്രീ ക്ലാസ്സും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. ഹലോ, എല്ലാവർക്കും റോഡ്ചാർട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പം ചോദിച്ചിട്ടുള്ള കാര്യമാണ് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ കിട്ടുമോ എന്നുള്ളത്. ഇപ്പം എന്താണ് ഈ ലെവൽ ടെസ്റ്റ്, എങ്ങനെയാണ് ആർട്ട് ക്ലാസ് ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് വരയ്ക്കാനായിട്ട് സാധിക്കുന്നതാണോ, അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. അപ്പം തുടക്കക്കാർക്ക്, അതായത് ബേസിക് ഐഡിയ പോലും ഇല്ലാത്തവർക്ക് താല്പര്യം മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവർക്കുള്ള പ്രധാനപ്പെട്ട ഒരു സംശയമാണ് നമ്മളൊരു ആർട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സ്വന്തമായിട്ട് വരച്ചെടുക്കുകയാണെങ്കിൽ പോലും ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്, അല്ലേ? അപ്പോൾ അത് പറ്റുമോ, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്നത്, നിങ്ങൾ ആർട്ടിൽ നേരിടുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഒരു ആർട്ട് ക്ലാസ്സിൽ നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്നത്തെ നമ്മളെ വീഡിയോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ കോഴിക്കോടിലെ അക്കാദമി ആയിട്ടുള്ള റോഡ്ചാർട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾ ലെവൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനും അതുപോലെ തന്നെ 2 ദിവസത്തെ ഫ്രീ ക്ലാസ്സും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. അതെങ്ങനെയാണ്, അതുപോലെ തന്നെ എങ്ങനെയാണ് അത് എഫക്റ്റീവ് ആവുക നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എന്താണ് ലെവൽ ടെസ്റ്റ്, എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, അല്ലേ? നമ്മൾ ആർട്ടിൽ എന്താ ലെവൽ ടെസ്റ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇത് ചെയ്യുക, ഇത് വലിയ ബുദ്ധിമുട്ടുള്ള എന്ത് കാര്യമാണോ, അല്ലെങ്കിൽ വരയ്ക്കാൻ അറിയാത്തവർക്ക് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള സംശയങ്ങളുണ്ട്. ആദ്യമായിട്ട് ഒരു സ്റ്റുഡൻറ്റ് വരയ്ക്കാനായിട്ട് താല്പര്യം പറഞ്ഞ് നമ്മളെ അടുത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ ലെവൽ ടെസ്റ്റ് നോക്കും. അതായത് ക്രിയേറ്റീവ് ആൻഡ് സ്കെച്ചിങ് സ്കിൽസ് ടെസ്റ്റ് ചെയ്യുന്നതാണ്. അത് 2 കാര്യങ്ങൾ നമ്മൾ ചെയ്യിപ്പിക്കുന്നതാണ്. അത് വളരെ സിമ്പിളായിട്ട് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്നത് മാത്രമാണ് നമ്മൾ തരുന്നുള്ളൂ. അപ്പോൾ അതിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ടീച്ചേഴ്സിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ ആർട്ടിൻ്റെ ലെവൽ എന്താണെന്നുള്ളതും അതുപോലെ തന്നെ നിങ്ങൾ മുന്നോട്ട് എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ ഫ്രീ ആയിട്ട് നിങ്ങൾ പല ടിപ്സും കാര്യങ്ങളൊക്കെ തരും. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർട്ട് ക്ലാസ്സിലേക്ക് ഉടനടി ജോയിൻ ചെയ്യാൻ മാത്രമല്ല, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി. അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ചിലർക്കൊക്കെ സ്വന്തമായിട്ട് വരച്ച് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ടാവും. അവർക്ക് എങ്ങനെ തുടങ്ങണം, എന്ത് ചെയ്യണം എന്ന് അറിയില്ലായിരിക്കും. പക്ഷെ അങ്ങനെ ഒരു ഐഡിയ ഇല്ലാത്തവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെവൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും സംസാരിക്കാനൊക്കെ സാധിക്കും. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ലെവൽ ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ എങ്ങനെയാണ് നമുക്കൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെയാണ് ടീച്ചേഴ്സിന് മനസ്സിലാകുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഇവിടെ വരുന്ന കുട്ടികൾക്ക് കുറച്ച് ടാസ്ക് ഒക്കെ കൊടുക്കും. ആ ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും, നിങ്ങളുടെ വരയിലെ വേഗത നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, വരയിലെ വേഗത എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് വരയ്ക്കുന്നവരുണ്ടാവും, ചിലർ ഭയങ്കര സ്ലോ ആയിട്ട് ചെയ്യുന്നവരുണ്ടാവും. ഇത് രണ്ടും പ്രശ്നമാണ്, അല്ലേ? ഒരു ബാലൻസ് ഉണ്ടായിരിക്കണം. നമ്മൾ ചെയ്യുന്നതിനൊക്കെ ഒരു ബാലൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ നിങ്ങളെ വരയിലെ വേഗത, അതുപോലെ തന്നെ ക്രിയേറ്റീവ് ആൻഡ് സ്കെച്ചിങ് ടെസ്റ്റ് എന്ന് പറഞ്ഞു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് വരയ്ക്കുന്നവരുണ്ടാവും, പക്ഷേ ക്രിയേറ്റീവായിട്ട് ഇമാജിനേറ്റീവ് ഡ്രോയിങ്സ് ഒന്നും ചെയ്യാൻ അറിയാത്തവരുണ്ടാവും. അപ്പോൾ ഇത് രണ്ടും ഈക്വലായിട്ട് പോയി കഴിഞ്ഞാലാണ് നമുക്ക് നല്ല രീതിയിൽ സ്മൂത്തായിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം ചിലർക്ക് നല്ല രീതിയിൽ സ്കെച്ചിങ് സ്കിൽസ് ഉണ്ടാവും, അതൊരു 60% ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു 80% ഒക്കെ ഉണ്ടാവും. പക്ഷേ അതുപോലെ തന്നെ ഇമാജിനേറ്റീവ് ഡ്രോയിങ് ഭയങ്കര ലോ, അല്ലേ? നമുക്ക് തന്നെ അറിയായിരിക്കും, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോബ്ലമാണ്. ഏറ്റവും കൂടുതൽ പേര് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോബ്ലമാണ് നന്നായിട്ട് വരയ്ക്കാൻ അറിയും, പക്ഷേ ഇമാജിൻ ചെയ്ത് ഒന്നും തന്നെ വരയ്ക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. നേരെ തിരിച്ചുണ്ടാവും, നേരെ തിരിച്ച് അപൂർവ കേസുകളിൽ ഉണ്ടാവാറുള്ളൂ. പക്ഷെ അങ്ങനെയുള്ളവർക്ക് നല്ല രീതിയിൽ തന്നെ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ വരയിൽ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളെ കോൺഫിഡൻസ് ലെവൽ, ഇത് രണ്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസോട് കൂടിയിട്ടാണ് നിങ്ങൾ വരയ്ക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും പെട്ടെന്ന് മനസ്സിലാക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് ഒരു ഗ്രോത്തും ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. എന്നാൽ പല പ്രശ്നങ്ങളും നമ്മൾ വരയ്ക്കുമ്പോൾ ഉണ്ടാവും. അത് മൈൻഡിനെ റിലേറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബേസ് ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അങ്ങനെ പല പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് വരയ്ക്കാനിരിക്കുന്ന സമയത്ത് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല.
അപ്പം അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നിങ്ങൾ ഈ ടാസ്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾക്കൊരു ബെറ്റർ കോഴ്സ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സജസ്റ്റ് ചെയ്യാനായിട്ടും സാധിക്കും. അതുപോലെ തന്നെ വരയിലെ നിങ്ങളുടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലർ വരയ്ക്കുമ്പം വളരെ ബേസിക് ഐഡിയ ഒന്നും ഇല്ലെങ്കിൽ പോലും അവർ കളർ ചൂസ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഭയങ്കര പ്രൊഫഷണലിസം നമുക്ക് ഫീൽ ചെയ്യും. അതുപോലത്തെ സ്കെച്ചിങ്ങിലാണെങ്കിലും ലൈൻ ക്വാളിറ്റി, അങ്ങനെ പല കാര്യങ്ങളിലും ഒരു പ്രൊഫഷണലിസം ഒക്കെ ഫീൽ ചെയ്യും. നല്ല ഗുണങ്ങൾ ഉണ്ടാവും. അത് നമ്മൾ ജന്മന കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ അറിയാതെ നമ്മൾ പലയിടത്തും പഠിച്ച കാര്യങ്ങളോ എന്തോ വെച്ചിട്ട് അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ സ്വയം വിലയിരുത്താൻ പറ്റും. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് ടീച്ചേഴ്സിന് കണ്ടെത്താനും എളുപ്പമായിരിക്കും ഇതുപോലുള്ള ടാസ്ക് ചെയ്യുന്നതിലൂടെ. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന വർക്കിൽ പല ശരി തെറ്റുകൾ, ആർട്ടിൽ ഇന്ന കാര്യമാണ് ശരി ഇന്ന കാര്യമാണ് തെറ്റ് അങ്ങനെയൊന്നുമില്ല. പക്ഷേ നമ്മൾ ചെറിയ റൂട്ട്, ഇപ്പം വളഞ്ഞ് മൂക്ക് പിടിക്കുക എന്നൊക്കെ നമ്മൾ പറയും അല്ലേ, നേരെ പോകുന്ന റൂട്ട് അത് തെറ്റിയിട്ട് നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ അല്ലെങ്കിൽ ഒരുപാട് വഴിയിലൂടെ സഞ്ചരിച്ച് അവിടേക്ക് എത്തുന്നുണ്ടാവും. അപ്പോൾ സിമ്പിളായിട്ടുള്ള വരയിലെ സിമ്പിളായിട്ടുള്ള മെത്തേഡ് നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ ലെവൽ ടെസ്റ്റ് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു കറക്റ്റ് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്താണ് ലെവൽ ടെസ്റ്റ്, അത് നടത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്തരത്തിൽ നിങ്ങൾക്കൊരു മാറ്റം ഫീൽ ചെയ്യും, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്നതിനെ കുറിച്ചൊരു ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ കിട്ടി. ശരിയല്ലേ? ഇനി ലെവൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഗുണം? ഇനി ടീച്ചേഴ്സുമായിട്ട് കുറച്ച് സമയം സംസാരിക്കും, ഒരു 5 മിനിറ്റ് അല്ലേ. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആർട്ടിൽ വരുന്ന പ്രശ്നങ്ങൾ, നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ അത് പറയാൻ പറ്റും. അതെങ്ങനെ ഓവർകം ചെയ്ത് വരാം എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കും. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ലെവലിൽ അടുത്ത ലെവലിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചും ഒരു ഫ്രീ ആയിട്ട് ടിപ്സും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കിട്ടുന്നതായിരിക്കും. മാത്രമല്ല അതൊക്കെ കഴിഞ്ഞു അല്ലേ, അതൊക്കെ കഴിഞ്ഞതിന് ശേഷം 2 ദിവസത്തെ ക്ലാസ്സും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കുള്ള ഡൗട്ടാണ്, എങ്ങനെയായിരിക്കും ക്ലാസ് ഉണ്ടായിരിക്കുക, അത് നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലായിരിക്കുമോ, അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ലെവൽ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞാലും ചെറിയ രീതിയിലുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് 2 ദിവസം ഫ്രീ ക്ലാസ്സസ് തരുന്നത്. അതിലൂടെ നിങ്ങൾ ആ ഒരു 2 ഡേയ്സ് ക്ലാസ്സിലൂടെ തന്നെ നിങ്ങൾ വരച്ചെടുക്കും. പല കാര്യങ്ങളും നിങ്ങൾ വിചാരിക്കാത്തതിനപ്പുറത്തേക്ക് വരയ്ക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലെവൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള കറക്റ്റ് ഒരു ഐഡിയ നമുക്ക് കിട്ടും. അത് വെച്ചിട്ട് നമ്മൾ ഇൻഡിവിജ്വൽ സിലബസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. അതായത് നിങ്ങൾക്ക് ഓരോ കുട്ടികൾക്കും ഓരോ സിലബസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അത്തരത്തിൽ പഠിപ്പിക്കുന്നത് വഴി നിങ്ങളുടെ ഇപ്പോഴത്തെ ക്രിയേറ്റീവ് ലെവലും അതുപോലെ സ്കെച്ചിങ് ലെവലും സ്പീഡും മറ്റുള്ള പല കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് വളരെ സ്മൂത്തായിട്ട് നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട്, പെട്ടെന്നൊരു ഫാസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ സിലബസ് ക്രിയേറ്റ് ചെയ്യുന്നതോടെ സാധിക്കും. കാരണം നമ്മൾ കോമൺ സിലബസ് ആയി കഴിഞ്ഞാൽ നമുക്ക് അറിയുന്നതും അറിയാത്തതും ഒക്കെ നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും അല്ലേ. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട്. പല സ്റ്റുഡൻസും നമ്മൾ ആർട്ട് ക്ലാസ്സിലേക്ക് വന്നിട്ട് പറയാറുണ്ട്, എനിക്ക് അറിയുന്നതായിരുന്നു പണ്ട് പഠിപ്പിച്ചിരുന്നത്, അതെനിക്ക് വേണ്ട. ശരിയാണ്, നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ പിന്നെ നമ്മൾ നോക്കിയിട്ട് സമയം കളയേണ്ട ഒരു ആവശ്യമില്ല അല്ലേ. അപ്പം അത്തരത്തിൽ നിങ്ങൾക്ക് ഒരു സിലബസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് തരാനായിട്ട് സാധിക്കും. ഇത് മാത്രമൊന്നുമല്ല, പല കാര്യങ്ങളും നിങ്ങൾക്ക് സ്പെഷ്യലൈസ് ചെയ്തിട്ടും കോഴ്സ് എടുക്കാനായിട്ട് സാധിക്കും. കാരണം പലരും പല രീതിയിലാണ് ആർട്ടിനെ അപ്രോച്ച് ചെയ്യുന്നത്. എല്ലാവരും ഒരു ഹോബി ആയിട്ട് പഠിക്കാൻ മാത്രമായിരിക്കില്ല വരിക, ജോബ് ആവശ്യത്തിന് വരുന്നതായിരിക്കും. ഫിനാൻഷ്യലി ഒന്ന് സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് പല രീതി ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്കൊക്കെ ചെയ്തിട്ട് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. അങ്ങനെ പല രീതിയിലാണ് ആൾക്കാരുടെ ഇൻട്രസ്റ്റ് അല്ലേ. അതൊക്കെ നമ്മൾ ടീച്ചേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ബെറ്റർ കോഴ്സ് റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ലെവൽ ടെസ്റ്റിനെ കുറിച്ചിട്ടും നമ്മൾ ആർട്ട് ക്ലാസ്സിനെ കുറിച്ചിട്ട് ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമ്മൾ ആർട്ട് ക്ലാസ്സിലെ സ്പെഷ്യൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസും അതുപോലെ തന്നെ സ്റ്റുഡൻസിനെയൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ, അതിലേത് ലെവലാണ് നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മുടെ വീഡിയോന് താഴെയായിട്ട് കമൻറ്റ് ചെയ്യുക. അതിലൂടെ നമുക്ക് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ആർട്ട് ക്ലാസ്സിനെ കുറിച്ചിട്ടും നമ്മളെ സ്റ്റുഡൻസിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.